നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ പറയാനായിട്ട് ഇവൻ സിനിമയിൽ കയറിയോ, അപ്പൊ ഇവന് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ടോ? ഹായ്, എൻ്റെ പേര് ഷോൺ മാത്യു. ഞാനൊരു ആസ്പയറിംഗ് ആക്ടറാണ്. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം DMസിൽ ഇഷ്ടംപോലെ ആൾക്കാർ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഈ ഓഡിഷൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത്, ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിനെല്ലാം ഉത്തരങ്ങളായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മെയിൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു കഥ പറയാം. ഫെബ്രുവരി 2025 ഞാൻ ഈ ഒരു കരിയർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാം എന്ന് ഞാൻ ഉദ്ദേശിച്ചതും. അപ്പോൾ ഞാൻ ആ മാസം തന്നെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. എനിക്ക് തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞാനിപ്പോൾ 10.7K ഫോളോവേഴ്സ് ആയിട്ട് ഞാനിപ്പോൾ നിൽക്കുകയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, നടൻ ഷോൺ. മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആക്ടിങ് സ്കിൽസ് കൂട്ടുക, എൻ്റെ ഫേസ് ഫെമിലിയർ ആക്കുക ആൻഡ് എൻ്റെ ഫോളോവേഴ്സ് കൂട്ടുക. ഈ 3 കാര്യത്തിലായിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് നടൻ ഷോൺ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ 10.7K ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് ടിൽ നൗ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും എൻ്റെ DMൽ വന്ന് ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സ് ഒക്കെ കാണും. അപ്പോൾ അവരിങ്ങനെ പറയും, ബ്രോ ഒരു ത്രെഡ് ഉണ്ടെന്ന് കേട്ട് നോക്ക്, ബ്രോയ്ക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ് ആണ് എനിക്ക് വരുന്നത്. ഇതുവരെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു, യൂട്യൂബിൽ ഇറങ്ങിയിട്ടില്ല. ആൻഡ് ഈ വരുന്ന ദിവസങ്ങളിൽ ഞാനൊരു വലിയ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമാണ്. സോ സ്റ്റാർട്ട് റൈറ്റ് നൗ. എൻ്റെ DMസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓഡിഷൻസിനെ കുറിച്ച് നമ്മൾ എങ്ങനെ അറിയും. ഞാൻ കുറച്ച് കാസ്റ്റിംഗ് കോൾസിന്റെ പേജ് ഈ ഒരു സ്ക്രീനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ അതൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യുക. പറഞ്ഞ കാസ്റ്റിംഗ് കോൾസിനെ ഫോളോ ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിഷൻസിന്റെ കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ എൻ്റെ കഥ പറഞ്ഞതുപോലെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുക. അവിടെ നമ്മുടെ ആക്ടിങ് സ്കിൽസ്, പെർഫോമൻസ് വീഡിയോ അല്ലെങ്കിൽ മോണോലോഗോ നമ്മൾ മാക്സിമം നമ്മുടെ ഫേസ് ഫെമിലിയർ ആക്കുക. അതിന് കൂടെ തന്നെ നിങ്ങൾ കാസ്റ്റിംഗ് കോൾസുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓഡിഷൻസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയും. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഈ കണക്ഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്, ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങി. ആ ഒരു ഇൻസ്റ്റാഗ്രാം ആണ് എൻ്റെ ഏറ്റവും വലിയൊരു പോർട്ട്ഫോളിയോ. കാരണം ഞാൻ അതിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഫോളോവേഴ്സ് കൂടിയും എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് അപ്രോച്ച് ചെയ്ത്, ബ്രോ ഇങ്ങനത്തെ ഒരു കഥയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ സംഭവമുണ്ട്. അതായത് ഞാൻ ഇടുന്ന വീഡിയോ ഈക്വൽസ് ടു എനിക്ക് കിട്ടുന്ന വർക്ക്. ഞാൻ വീഡിയോ ഇടുന്തോറും എനിക്ക് വർക്കുകളാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങളുടെ അടുത്തും ആൾക്കാർ വന്ന് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ പറയാനായിട്ട് ഇവൻ സിനിമയിൽ കയറിയോ, അപ്പൊ ഇവന് ഇതൊക്കെ പറയാനുള്ള അധികാരമുണ്ടോ? ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഒന്നും നേടിയിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഷ്ടപ്പാടും എൻ്റെ വേർപ്പിന്റെ റിസൾട്ടാണ്. ഇതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഐ എം ഡാം ഷുവർ ദാറ്റ് ഞാൻ ഫിലിമിൽ കയറിയിരിക്കും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പിടിയിലായിരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ പയ്യെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ വന്ന് ഇടുക. ഞാൻ അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ.